സർ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി മൂന്ന് മുന്നണികളും സജ്ജമായി കഴിഞ്ഞു. ഘടകകക്ഷികളൊക്കെ പിന്നിൽ എല്ലാ സപ്പോർട്ടോടും കൂടി അതാത് മുന്നണികൾക്ക് കീഴിൽ അണിനിരന്നു കഴിഞ്ഞു. പക്ഷെ ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല. ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ അടിപിടി നടക്കുന്നുണ്ട്. ചിലയിടങ്ങളിലാണെങ്കിൽ സ്വന്തം പാർട്ടിയിൽ തന്നെ സ്വന്തം പല്ലിന്റെ ഇട കുത്തി നാറ്റിക്കുക എന്ന് പറയുന്ന സംഗതികളാണ് നടക്കുന്നത്. കണ്ണൂരിലൊക്കെ വലിയ വിഷയമാണ്. ഈ ഒരു രീതിയിൽ മൂന്നാം ഭരണ തുടർച്ച പിണറായി സർക്കാർ അധികാരത്തിലെത്തും എന്നതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് മൂന്ന് മുന്നണികളും ബാക്കി വയ്ക്കാൻ പോകുന്നത്? ഇലക്ഷൻ ഗസറ്റ് പ്രഖ്യാപനം വന്നിട്ട് ഇന്നേക്ക് രണ്ടാമത്തെ ദിവസമാണ്. തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ചിത്രം ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതിന്റെ നെട്ടോട്ടത്തിലാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അതിൽ ഒരാളും പുറകിലല്ല. മാർച്ച് 23-നാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന ദിവസം. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട്, അതായത് പ്രഖ്യാപിച്ച് 2 ദിവസമായി, അതായത് അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് 15-ാം തീയതി ഈ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയത് എന്നുള്ളത് അതിലും വലിയൊരു തമാശയാണ്. പല ഗവൺമെന്റ് ഓർഡറുകളും, അതായത് 12-ാം തീയതി പ്രഖ്യാപനം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് സർക്കാർ പല ഓർഡറുകളും നേരത്തെ കൂട്ടി നടപ്പിലാക്കാൻ ശ്രമിച്ച തമാശകളും പലതും ഉണ്ട്. കാരണം 12-ാം തീയതി വരുമെന്ന് വിചാരിച്ചിട്ട് 15-ാം തീയതി തീരേണ്ട പല സംഭവങ്ങളും 12-ാം തീയതി തന്നെ രാജിവെപ്പിച്ചിട്ടും തീർത്തിട്ടും പുതിയ കമ്മിറ്റികൾ ഉണ്ടാക്കി ഭരണ ഇതിലേക്ക് പോയിട്ട് അതിന്റെ നിയമവശങ്ങൾ വന്ന് അതിന്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു സർക്കാരും. അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഇത് പെട്ടെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ അവർക്ക് ഒരു പാർട്ടിക്കും ഇപ്പോഴും ശരിയായ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് സത്യം. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കാണുമ്പോ ഈ 3 പാർട്ടികളും സ്ഥാനാർത്ഥികളെ തെരഞ്ഞു ഓടുകയാണ്. പലരും നോക്കുന്നത് സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ 4 ആളെ അറിയുന്ന ആളെ എങ്ങനെയും പിടിച്ചു നിർത്തണം എന്ന ഒരു ചിന്താഗതിയിലേക്ക് ഈ 3 കക്ഷികളും, NDA ആയാലും UDF ആയാലും LDF ആയാലും, എനിക്ക് ലജ്ജ തോന്നുകയാണ് ഈ 3 കൂട്ടരോടും. കാരണം എന്തുകൊണ്ട് അവർക്ക് ഇവിടെ 140 മണ്ഡലമാണ് ഇപ്പോ നിയമസഭ ഇലക്ഷൻ വരുന്നത്. ഈ 140 മണ്ഡലങ്ങളിലും ആ മണ്ഡലത്തിലുള്ള ആ മണ്ഡലവുമായി അവിടെ താമസിക്കുന്ന ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ഇടപഴകി നടക്കുന്ന ഒരു വ്യക്തിയെ ഈ 3 പാർട്ടിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ 3 പാർട്ടിയും അവസാനം ഇന്നലൊക്കെ കാണുന്ന റിപ്പോർട്ടുകള് ബിരിയാണിക്കട നടത്തുന്നതിന്റെ പിന്നാലെ ഓടുന്നു. കാരണം ചില ബിരിയാണിക്ക് ഭയങ്കര പേര് കേൾക്കും, തലശ്ശേരി ബിരിയാണി, അവിടെ ഏതെങ്കിലും പേര് കേട്ട ബിരിയാണി ഉണ്ടാവും. അപ്പൊ കുറെ ആൾക്കാരത് വാങ്ങണ കാരണം ആ ബിരിയാണി കച്ചവടം നടത്തുന്ന സ്ഥാനാർത്ഥിയാക്കാൻ അവന്റെ പിന്നാലെ ഓടുന്നുണ്ട്. മീൻ കച്ചവടം നടത്തുന്നവന്, കാരണം എല്ലാവരും മീൻ വാങ്ങണ ഒരു സ്ഥലം ഉണ്ടാവും, ചിലപ്പോ അവൻ വില കുറച്ച് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ മീൻ കച്ചവടം നടത്തുന്നവനെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയെ നോക്കുന്നുണ്ട്. സിനിമാ നടികളുടെ പേരിൽ ഇന്നലെ 4-5 സിനിമാ നടികന്മാരെ സ്ഥാനാർത്ഥിയാക്കണ ഒരു ഇത് ഞാൻ വായിച്ചു. എന്തൊരു കഷ്ടമാണിത്. ഞാൻ ആലോചിക്കുകയാണ്, ഈ പാർട്ടികള് ജനങ്ങളുമായി സമ്പർക്കത്തിൽ സാമൂഹ്യ സേവനം നടത്തി ജനങ്ങൾക്കുള്ള ഉപകാരങ്ങൾ ചെയ്ത് ആ പ്രദേശത്ത് ജനങ്ങളുമായി ഇടപഴകി നടക്കുന്ന വ്യക്തികളെ ഇവർക്ക് കിട്ടുന്നില്ല എന്നോ? എന്തൊരു അവസ്ഥയാണിത്. ഈ രാഷ്ട്രീയ പാർട്ടി ഇത്രയും അധപ്പതിച്ചു പോയോ? ഓരോ മണ്ഡലത്തിലും അവിടെ വീടുള്ള, അവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥിരം ബന്ധപ്പെടുത്തി നടക്കുന്ന ഒരു വ്യക്തിയെ ഓരോ പാർട്ടിക്കും തെരഞ്ഞെടുക്കാൻ കിട്ടാതെ ഗതികേടുകൊണ്ട് ബിരിയാണി കച്ചവടക്കാരനെയും മീൻ കച്ചവടക്കാരനെയും ഇറച്ചി കച്ചവടക്കാരനെയും സിനിമാ നടിയെയും സിനിമാ നടനെയും
കൊണ്ടുവന്ന് നിർത്തേണ്ട ഗതികേട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ അധപതനമല്ലേ നമ്മൾ കാണുന്നത്? എവിടെ പോയി നമ്മുടെ പഴയകാല നേതാക്കളെ പോലത്തെ നേതാക്കൾ? അതിനി ഉണ്ടാവില്ലേ? ഇതുമാതിരിയുള്ള ഇത്തരം എന്താ ഞാൻ എനിക്ക് പറയാറില്ല, എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ബിരിയാണി കച്ചവടം നടത്തുന്നവനെ സ്ഥാനാർത്ഥിയാക്കുക, ഇറച്ചി കച്ചവടം നടത്തുന്നവനെ സ്ഥാനാർത്ഥിയാക്കുക, അവരൊന്നും മോശമാണല്ല, അല്ലാതെ ഞാൻ പറഞ്ഞത് ആ ഒരു ഗതികേടിനെ കുറിച്ചാണ് പറഞ്ഞത്. സിനിമാ നടി മോശമായിട്ടൊന്നല്ല, സിനിമാ നടനും അവർ ആ ജോലി കളഞ്ഞിട്ട് ഈ ഇറച്ചി കച്ചവടം നിർത്തിയിട്ട്, ബിരിയാണി കച്ചവടം നിർത്തിയിട്ട്, സിനിമാഭിനയം നിർത്തിയിട്ട് സാമൂഹ്യ സേവനത്തിൽ മുഴുകാനായിട്ട് പൂർണ്ണമായി അതിൽ തന്നെ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരൊന്നും മോശക്കാരൊന്നുമല്ല. പക്ഷെ അവരൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത്? അഥവാ ജയിച്ചാൽ അവരവരെ പണി നിർത്തുവോ? പണി നിർത്തില്ല, ഒരു സംശയവും വേണ്ട. കാരണം അവർക്ക് അവിടെയാണ് വരുമാനം. അപ്പൊ അവരുടെ മുഖം കാട്ടിയിട്ട് ഈ മൂന്ന് വിഭാഗം, അതായത് UDF, LDF, NDFന്റെ നേതാക്കൾ ഇവരുടെ മുഖം കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു വിജയം കൊയ്തെടുക്കാനുള്ള ഒരു പരിശ്രമം, അതായത് കൈ നനയാതെ മീൻ പിടിക്കാനുള്ള ഈ ഒരു പരിശ്രമം ഒരിക്കലും കേരളത്തിന് നന്നല്ല. കേരളം ആൾറെഡി നശിച്ചു കിടക്കുകയാണ്. ആ കേരളത്തിന്റെ നല്ലൊരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട അതാത് പ്രദേശത്തുള്ള ഓരോ വ്യക്തികളും തന്നെ ആയിരിക്കണം അതാത് ദേശത്ത് മത്സരിക്കേണ്ടത്. അല്ലാതെ ഇറക്കുമതികൾ വന്നോ, അല്ലെങ്കിൽ മീൻ കച്ചവടക്കാരനോ, സിനിമാക്കാരനോ, അല്ലെങ്കിൽ ഇറച്ചി കച്ചവടക്കാരനോ, ബിരിയാണി കച്ചവടക്കാരനോ അല്ല സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന് ഈ മൂന്ന് ആൾക്കാരും മനസ്സിലാക്കുക. ഇനി ഈ 2 ദിവസം കഴിയുമ്പോ ABP എന്ന സർവേയുടെ ഒരു ഫലം ഞാൻ ഇന്നലെ കണ്ടു. ആ സർവേ പ്രകാരം ഇന്നലെ അവർ പ്രഖ്യാപിച്ച ഒരു സർവേ ഫലമാണ്. ഇവിടെ കേരളത്തില് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഞാൻ ആ സർവേയിൽ നിന്നും വായിച്ച് മനസ്സിലാക്കിയത്, തുടർ ഭരണം വീണ്ടും സംഭവിക്കുമെന്നാണ് അവർ വളരെ വ്യക്തമായിട്ട് അവരുടെ സർവേയിൽ കൂടെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് തുടർ ഭരണമൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യമാതിരി ഈ 99-100 സീറ്റിലൊന്നും അവര് ആ ഭരണം നടത്തില്ല. ഒരു 70, അതായത് ഭരിക്കാനുള്ള 70-71 സീറ്റ് ഉണ്ടല്ലോ, അതിനെക്കാട്ടിയും ചിലപ്പോ 1-2 സീറ്റ് കൂടുതൽ കിട്ടാം എന്ന റേഞ്ചാണ് ആ സർവേ ഫലം പറയുന്നത്. അതുമാതിരി തന്നെ UDFന് ഒരു 60-65 റേഞ്ചില് അവർക്കും, 68 റേഞ്ചിൽ അവർക്കും സീറ്റ് കിട്ടാം. ഭരണം കിട്ടാൻ യാതൊരു ചാൻസും ആ സർവേ ഫലത്തിൽ പറയുന്നില്ല. പിന്നെ NDAക്ക് ആകെ പറയുന്നത് 2 സീറ്റ് ചിലപ്പോൾ കിട്ടാമെന്നാണ്. അത് ഏത് സീറ്റാന്ന് ആ സർവേ ഫലത്തിൽ പറയുന്നില്ല. 2 സീറ്റ് ചിലപ്പോൾ കിട്ടും എന്ന് പറയുന്നുണ്ട്. അത് ഏതാണെന്ന് എടുത്തു പറയുന്നില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഭരണം ഒരു ചെറിയ കഷ്ടി രക്ഷപ്പെട്ടുകൊണ്ട് ഭരണത്തിൽ വരുമെന്നാണ് ഈ ABPയുടെ സർവേ ഫലം ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊന്നും ശരിയായി വരണം എന്നുള്ളതിന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇനിയും മാറ്റിമറിയാം, സ്ഥാനാർത്ഥികൾ തന്നെ മാറാം. ഇന്നലെ പറഞ്ഞ സ്ഥാനാർത്ഥി തന്നെ ഇനിയും മാറാം. കഴിഞ്ഞ ഇലക്ഷന് നമ്മൾ കണ്ടതാണ്, പാർലമെന്റ് ഇലക്ഷനിൽ പോസ്റ്റർ ഒട്ടിച്ച്, ചിത്രം പ്രിന്റ് ചെയ്ത്, അതും നടന്നൊട്ടിച്ച് പ്രചരണം നടത്തി, പ്രസംഗം വരെ നടത്തിയ സ്ഥാനാർത്ഥി മാറേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അത് MP ആകെ 20 MP അതിലാണ് 1-2 സ്ഥാനാർത്ഥിക്ക് ഈ ഗതികേട് വന്നത്. എറണാകുളത്തും തൃശ്ശൂരൊക്കെയാണ് തോന്നുന്നത്. അപ്പോ ഇവിടെയും ഇനിയും ഓരോരുത്തരും അവരവരുടെ ത്രാസിൽ തൂക്കി നോക്കുകയാണ്. ആരാണ് സ്ഥാനാർത്ഥി? ശരിയായ സ്ഥാനാർത്ഥിയെ നിർത്താത്ത കാരണമാണ് ഈ ത്രാസിൽ കയറ്റി തൂക്കേണ്ട ഗതികേട് വരുന്നത്. അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ശരിയായ ആളെ തന്നെ നിർത്തിയിരുന്നുവെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഇലക്ഷന് സ്ഥാനാർത്ഥി നിർണയം എന്നോ തീരുമാനമാകുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത കാരണമാണ് ഇപ്പോ ഈ സിനിമാക്കാരുടെയും ബിരിയാണിക്കാരുടെയും മീൻ കച്ചവടക്കാരുടെയും ഇറച്ചി കച്ചവടക്കാരുടെയും ഒക്കെ പിന്നാലെ പോകേണ്ട ഗതികേട് ഈ പാർട്ടികൾക്ക് ഉണ്ടായത്. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്, വിഷമമുള്ള അവസ്ഥയാണ്.
കേരളം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. യെസ്, എന്തായാലും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തിരക്കിലാണ്. തുടക്കത്തിൽ ജയശങ്കർ സാർ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി അത്ര ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2ാം ദിവസമാണ്. ഇതിനിടയിൽ പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വലിയ രീതിയിലുള്ള അലംഭാവമുണ്ട്, സമ്മർദ്ദമുണ്ട്. ആ തരത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ അല്ലെങ്കിൽ CPM ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ അല്ലെങ്കിൽ സിനിമാ നടികൾ, നടന്മാർ ഇത്തരത്തിലുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ചവർ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.